പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് നാളെ നടക്കാൻ പോകുന്ന TNA റെസ്ലിംഗിൻ്റെ സ്ലമവേഴ്സറി എന്ന പേപ്പർ വ്യൂവിനെ സംബന്ധിച്ചാണ്. സ്ലമവേഴ്സറി എന്ന പേപ്പർ വ്യൂ ഇന്ത്യയിൽ യൂറോ സ്പോർട്സ് ചാനലുകളിലൂടെ നമുക്ക് ലൈവായി കാണാൻ സാധിക്കും. ഇതിൻ്റെ കിക്ക് ഓഫ് ഷോ ആരംഭിക്കുന്നത് പുലർച്ചെ 4:30 മുതലാണ്. മെയിൻ ഷോ ആരംഭിക്കുന്നത് 5:30 മുതലാണ്. അപ്പോൾ കുറച്ച് മണിക്കൂറുകൾ ദൈർഘ്യമുള്ള ഒരു പേപ്പർ വ്യൂ എന്ന നിലയിലാണ് TNA റെസ്ലിംഗ് സ്ലമവേഴ്സറി നമുക്ക് മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സ്ലമവേഴ്സറി എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൻ്റെ ഒരു പ്രത്യേകത WWE ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ആരംഭിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ സ്ലമവേഴ്സറി ആണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. കൂടാതെ സ്ലമവേഴ്സറി എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൽ AJ സ്റ്റൈൽസിൻ്റെ റിട്ടേൺ നടക്കുന്നുണ്ട്. NXTയിലുള്ള കുറേയധികം സ്റ്റാർസ് അപ്പിയർ ചെയ്യുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട്. ഇതുകൂടാതെ മറ്റ് WWEയുടെ മെയിൻ റോസ്റ്ററിലും അതുപോലെ തന്നെ NXTയിലുമുള്ള താരങ്ങളുടെ ഒരു റിട്ടേണോ അല്ലെങ്കിൽ ഡെബ്യൂയോ നമുക്ക് ഈ സ്ലമവേഴ്സറി പേപ്പർ വ്യൂയിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ വമ്പൻ സർപ്രൈസുകൾ ഒരുക്കിയിട്ടുള്ള സ്ലമവേഴ്സറി പേപ്പർ വ്യൂവിൻ്റെ ടിക്കറ്റ് സെയിൽസിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത് 6500-ലധികം ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ട് എന്നാണ്. നിലവിൽ അവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് 7200-ൻ്റെ അടുത്തുള്ള ഒരു ടിക്കറ്റാണ്. അതെന്തായാലും സോൾഡ് ഔട്ട് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടിക്കറ്റ് നല്ലൊരു രീതിയിൽ അവർക്ക് ഇപ്പോൾ ആവശ്യം വരുന്നുണ്ട്. അവർ കൂടുതൽ സീറ്റുകൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം AJ സ്റ്റൈൽസും കൂടി അപ്പിയർ ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വിട്ടതുകൊണ്ട് തന്നെ ആരാധകർ TNA ഷോ കാണാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ളൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് സെയിൽസിൽ വലിയൊരു ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റിൽ ബൂം ഇപ്പോൾ TNA റെസ്ലിംഗിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പർ വ്യൂ ആണ് നാളെ യൂറോ സ്പോർട്സിൽ നമുക്ക് ഇന്ത്യയിൽ രാവിലെ 4:30 മുതൽ കാണാൻ സാധിക്കുക. രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചാണ്. ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ച് അത്ര സുഖകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല പങ്കുവെക്കാനുള്ളത്. പല കൂട്ടുകാരും ബ്രോക്കിൻ്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്നുണ്ടെങ്കിലും നിലവിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ബ്രോക്കിന് അനുകൂലമായിട്ടുള്ളതല്ല. UFC ഹോൾ ഓഫ് ഫെയിമറും മുൻ ഹെവി വെയ്റ്റ് ചാമ്പ്യനും ആയിരുന്ന DC എന്ന് വിളിക്കുന്ന ഡാനിയൽ കോർമിയർ ഇപ്പോൾ ഹോൾ ഓഫ് ഫെയിമറായി അദ്ദേഹം ഒരു കമൻറ്റേറ്ററായിട്ടൊക്കെ UFCയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. ഇൻ്റർവ്യൂവിൽ ഒരു ചോദ്യം DCയോട് ചോദിച്ചപ്പോൾ DC കൊടുത്ത ഒരു മറുപടി ചോദ്യം ഇങ്ങനെയായിരുന്നു: ബ്രോക്ക് ലെസ്നറും ഡാനിയൽ കോർമിയറും തമ്മിലുള്ള ഒരു WWE മത്സരം WWE റിംഗിൽ കാണാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഡാനിയൽ കോർമിയർ പറയുന്ന ഒരു മറുപടി: ബ്രോക്കിനെ TKO എന്ന കമ്പനി ബാൻ ചെയ്തവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രോക്ക് ഒരിക്കലും തിരികെ വരാൻ പോകുന്നില്ല. ബ്രോക്ക് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് ഡാനിയൽ കോർമിയർ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്രോക്കിൻ്റെ തിരിച്ചുവരവ് ഇനി നടക്കില്ല എന്നുള്ള തരത്തിലാണ് ഡാനിയൽ കോർമിയർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അത് സീരിയസ് ആയിട്ട് പറഞ്ഞത് തന്നെയാണ്. TKO എന്ന കമ്പനി ബ്രോക്കിനെ ബാനഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. നിലവിൽ WWE സമ്മർ സ്ലാമുമായി ബന്ധപ്പെട്ട് കുറേയധികം ഫുൾ മാച്ച് വീഡിയോസ് ഇറക്കുന്നതിൽ അതിൽ കൂടുതലും ബ്രോക്കിൻ്റെ മത്സരങ്ങളാണ് ഇപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുള്ളത്. ബ്രോക്കിൻ്റെ പേരൊക്കെ ഇപ്പോൾ TVയിൽ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുമുണ്ട്. ബ്രോക്കിൻ്റെ ടീഷർട്ടുകളും ഈ അടുത്ത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ TKOയ്ക്ക് കീഴിലുള്ള WWE ബ്രോക്കിനെ ബാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമെങ്കിലും ബ്രോക്കിനെ തിരികെ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റും ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകളും ഡാനിയൽ കോർമിയർ പങ്കുവെക്കുന്നതും ബ്രോക്കിനെ ബാനഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള തലത്തിലാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബ്രോക്കിനെ ബാനഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമോ? ബ്രോക്കിനി WWEയിലേക്ക് തിരികെ വരില്ലേ? നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഈ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൻ്റെ പ്രിവ്യൂ ആണ്. റോ എപ്പിസോഡിൽ അതികിടിലമായിട്ടുള്ള മത്സരങ്ങളും സെഗ്മെൻറ്റുകളും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് OTC1 റോമൻ റീൻസ് പോൾ ഹേമനെ അഡ്രസ് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. പോൾ ഹേമൻ റോമൻ റീൻസിനെ ചതിച്ചതിനെ സംബന്ധിച്ചുള്ള റോമൻ റീൻസിൻ്റെ ആദ്യ പ്രതികരണമായിരിക്കും നമുക്ക് സ്റ്റോറി ലൈൻ പ്രകാരമുള്ളത് ഈ ചൊവ്വാഴ്ചത്തെ സെഗ്മെൻറ്റിലൂടെ കാണാൻ സാധിക്കുക. കൂടാതെ സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റോമൻ റീൻസിന് ആർക്കെതിരെയാണ് മത്സരം, അത് എങ്ങനെയുള്ള മത്സരമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു അപ്ഡേറ്റും റോ എപ്പിസോഡിലൂടെ ലഭിക്കും. അപ്പോൾ റോമൻ്റെ ഒരു കിടിലൻ സെഗ്മെൻറ്റിലൂടെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവസാനിക്കുന്നതായിട്ടോ റോയിൽ ചൊവ്വാഴ്ച കാണാൻ സാധിക്കും. പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ളത് പുതിയ നമ്പർ 1 കണ്ടൻഡറും സമ്മർ സ്ലാമിലെ ഗിന്ദറിൻ്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്ന CM പങ്കിൻ്റെ സെഗ്മെൻറ്റാണ്. ഗിന്ദറിനുള്ള ഒരു മെസ്സേജ് പങ്കുവെക്കുന്ന ഒരു സെഗ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് CM പങ്കിൻ്റെ ഒരു സെഗ്മെൻറ്റ് കൺഫേം ചെയ്തിട്ടുള്ളത്. പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ളത് വുമൻസ് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിന് സമ്മർ സ്ലാമിൽ ഏറ്റുമുട്ടാൻ പോകുന്ന ബെക്കി ലഞ്ച് ലൈറ വാൽക്കിരിക്ക് മുന്നിൽ ഒരു പ്രപ്പോസൽ വെക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റിപ്പുലേഷൻ ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് ബെക്കി ലഞ്ച് ആഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ളത് റിട്ടേൺ ചെയ്തു വരുന്ന സാമി ജെയിനും കിരൺ ക്രോസും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ്. ഇതുകൂടാതെ റൂസേവ് വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള ഒരു റീമാച്ചും ഒരു ഫൈറ്റ് നൈറ്റ് മാച്ചും നമുക്ക്
റോ എപ്പിസോഡിൽ കാണാൻ സാധിക്കും. മിക്കവാറും റോ എപ്പിസോഡിലെ ഏറ്റവും കിടിലൻ മാച്ചും ഈ ഒരു ഗംഭീരമായിട്ടുള്ള ബാങ്ങറായിട്ടുള്ള മത്സരമായിരിക്കും. പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ളത് ഒരു നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരമാണ്. വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരുടെ എതിരാളിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അതിന് 3 ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. LWO എന്ന് പറയുന്ന ടീം, ക്രീഡ് ബ്രദേഴ്സ്, അതുപോലെ തന്നെ ന്യൂ ഡേ, ഈ 3 ടീം തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് ടാഗ് ടീം മത്സരമാണ് നമ്പർ 1 കണ്ടൻഡേഴ്സിന് വേണ്ടി നടക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള മത്സരങ്ങളും സെഗ്മെൻറ്റുകളും ഈ വരാൻ പോകുന്ന ചൊവ്വാഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.